ഗുഡ് മോർണിംഗ്. രാവിലെ സമയം 5 മണിയായിട്ടുണ്ട്. സ്കൂളൊക്കെ തുറന്നിട്ടുണ്ട്. ഇനി മുതൽ രാവിലെ 5 മണിക്ക് കൃത്യമായിട്ട് എഴുന്നേറ്റിട്ടുണ്ടെങ്കിലേ സമയത്ത് സ്കൂളിലും ട്യൂഷനും ഒക്കെ പോകാൻ പറ്റുകയുള്ളൂ. രാവിലെ എഴുന്നേറ്റ് ചായ ഇടാനായിട്ട് പാലും വെള്ളവും ഒക്കെ വച്ചിട്ടുണ്ട്. ചോറിന് അരിയൊക്കെ രാത്രിയിൽ തന്നെ തിളപ്പിച്ച് തെർമൽ കുക്കറിൽ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു പയറ് മെഴുക്ക് പുരട്ടി വെക്കാനായിട്ട് ഒടിച്ചെടുക്കണം. പിന്നെ ഇന്ന് ഇഡ്ഡലിയാണ് ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇഡ്ഡലിയുടെ മാവിലേക്ക് ഉപ്പും സോഡാപ്പൊടിയൊക്കെ ചേർത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുകയാണ്. ഇനി മുതൽ അങ്ങോട്ട് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് എളുപ്പപ്പണികളൊക്കെ ആയിരിക്കും. ദോശ, ഇഡ്ഡലി ഇതൊക്കെ ആയിരിക്കും കൂടുതലും ഉണ്ടാക്കുന്നത്. അപ്പം നമ്മുടെ പയർ നമ്മളങ്ങ് ഒടിച്ചെടുക്കുകയാണ്. മുറ്റിയതൊക്കെ ഉണ്ട്. മുറ്റിയ പയറൊക്കെ നമ്മൾ പൊളിച്ചെടുക്കും. ഇഡ്ഡലിക്ക് ഇന്ന് കറി ചമ്മന്തിയാണ്. നല്ല കാന്താരി മുളകൊക്കെ അരച്ച വെള്ള ചമ്മന്തിയാണ് ഉണ്ടാക്കുന്നത്. ബ്രേക്ക്ഫാസ്റ്റിന് ചപ്പാത്തിയൊക്കെ ആണെങ്കിൽ ഉച്ചയ്ക്ക് കഴിക്കാനും അതുതന്നെയായിരിക്കും രണ്ടുപേരും കൊണ്ടുപോകുന്നത്. അപ്പം നമ്മൾ ചായയൊക്കെ ഇട്ടു. ചായയൊക്കെ കുടിച്ചുകൊണ്ട് നമുക്കിനി ഓരോ ജോലികൾ ചെയ്യാം. പയറിലേക്ക് സവാള അരിഞ്ഞത് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് തന്നെ പൊടികളൊക്കെ ചേർത്ത് അങ്ങ് ഇളക്കി വയ്ക്കും. കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് ഒന്ന് നന്നായിട്ട് ഇളക്കി വയ്ക്കും. ഒന്ന് വെന്തതിന് ശേഷം മാത്രമേ ഇനി വെളിച്ചെണ്ണ ഒഴിക്കുന്നുള്ളൂ. പയർ നമ്മൾ സ്റ്റൗവിലേക്ക് വെച്ചിട്ടുണ്ട്. ഇനി ഇഡ്ഡലി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു ഇഡ്ഡലി പാത്രം സ്റ്റൗവിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. വെള്ളം തിളച്ച് കഴിയുമ്പോൾ നമുക്ക് ഇഡ്ഡലി മാവ് കോരി വയ്ക്കാം. ഇഡ്ഡലി തട്ടിൽ ഞാൻ നെയ്യാണ് തേച്ച് കൊടുക്കുക. നെയ്യ് തേച്ചിട്ട് ഉണ്ടാക്കുമ്പോൾ നല്ല സോഫ്റ്റ് ഇഡ്ഡലി കിട്ടും. അതുകൊണ്ട് നെയ്യാണ് ചേർത്ത് കൊടുക്കുക. നെയ്യുള്ളവർ നെയ്യ് ചേർത്ത് ഇങ്ങനെ ഇഡ്ഡലി ഉണ്ടാക്കി നോക്കണം. നല്ല ടേസ്റ്റ് ആയിരിക്കും. അതുപോലെ നല്ല സോഫ്റ്റുമായിരിക്കും. ഇനി നമ്മുടെ പാൽപ്പാട എടുത്ത് വെച്ചിരുന്നതാണിത്. ഇതൊന്ന് ഉരുക്കിയെടുക്കാൻ പോവുകയാണ്. ഇഡ്ഡലി പാത്രത്തിലെ വെള്ളമൊക്കെ തിളച്ചിട്ടുണ്ട്. നമുക്ക് ഇനി ഇഡ്ഡലി തട്ട് വെച്ച് കൊടുത്ത് മാവ് കോരി ഒഴിക്കാം. ഇഡ്ഡലി മാവ് കുറച്ച് പൊങ്ങി വരാനുണ്ടായിരുന്നു. ഇഡ്ഡലി മാവ് ആട്ടി വെച്ചിട്ട് ഇഡ്ഡലിക്കാണേലും ദോശയ്ക്കാണേലും ആട്ടി വെച്ചിട്ട് രാവിലെ പൊങ്ങിയില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് സോഡാപ്പൊടി ഉപ്പുമൊക്കെ ചേർത്തിട്ട് ഒരു 10-20 മിനിറ്റ് മാറ്റി വെച്ചിരുന്നാൽ മതി. അത് തനിയെ അപ്പോൾ തന്നെ പൊങ്ങി വരും. പൊങ്ങി നല്ല കുറുകി റെഡിയായിട്ട് വരും. അപ്പോൾ ദോശ ചുടുകയോ ഇഡ്ഡലി ഉണ്ടാക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ നല്ല ഭംഗിയായിട്ട് സോഫ്റ്റായിട്ട് വരും. നമ്മുടെ പയർ മെഴുക്ക് പുരട്ടിയൊക്കെ വെന്തിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ്. അതിലെ വെള്ളമൊക്കെ വറ്റിയതിന് ശേഷമാണ് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തത്. കുറച്ച് വെള്ളം ചേർത്തിട്ടാണ് ഞാനത് വേവിക്കാനായിട്ട് വെച്ചത്. ഇനി നമ്മൾ ചമ്മന്തി അരയ്ക്കാനായിട്ട് തേങ്ങ മിക്സിയുടെ ഒരു ജാറിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കുകയാണ്. ചോറിന് കൊണ്ടുപോകാൻ വേണ്ടിയാണ് അരയ്ക്കുന്നത്. ഞാനിപ്പോൾ ചമ്മന്തി അരയ്ക്കുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ കാന്താരി മുളക് ഉണ്ടെങ്കിൽ ഒരു കാന്താരി മുളക് ഇട്ട് കൊടുക്കും. 1-2 കാന്താരി മുളക് ഇട്ട് കൊടുക്കും. അതുപോലെ ഒരു കറിവേപ്പിലയുടെ ഒരു ഇല കൂടി ഇട്ട് കൊടുക്കും. നല്ല ടേസ്റ്റാണ് ആ ചമ്മന്തിക്ക്. ഇഞ്ചി ഇഷ്ടമുള്ളവർക്ക് ഇഞ്ചി വേണേലും ഇട്ട് കൊടുക്കാം. അപ്പം നമ്മുടെ ആദ്യത്തെ ട്രിപ്പ് ഇഡ്ഡലിയൊക്കെ വെന്തിട്ടുണ്ട്. അപ്പം നമ്മൾ ഇഡ്ഡലി തട്ടൊക്കെ എടുക്കുകയാണ്. ഞാനിങ്ങനെ കൊടിൽ വെച്ചിട്ടാണ് എടുക്കുക. അല്ലാതെ തുണിയൊക്കെ കൊണ്ടെടുക്കാൻ വലിയ പാടാണ്. കൈയൊക്കെ പൊള്ളും. ഇതാകുമ്പോൾ ഈസി ആയിട്ട് എടുക്കാൻ പറ്റും.
നമ്മൾ ഇഡ്ഡലി പാത്രം അങ്ങ് മാറ്റി വെക്കുകയാണ്. ഇനിയിപ്പോൾ ഇഡ്ഡലി തണുത്തതിന് ശേഷം മാത്രമല്ലേ ഇളക്കിയെടുക്കാനായിട്ട് പറ്റുള്ളൂ. അത് കാരണം ഇഡ്ഡലി തട്ടിൽ ഇഡ്ഡലി അങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. അത് തണുത്ത് കഴിയുമ്പോൾ നമുക്ക് ഇളക്കിയെടുക്കാം. മെഴുക്ക് പുരട്ടിയൊക്കെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ നേരത്തെ എടുത്ത് വെച്ച പാൽപ്പാട നമ്മൾ ഒന്ന് ഉരുക്കിയെടുക്കാനായിട്ട് ഒരു ഫ്രൈ പാനിലാക്കി സ്റ്റൗവിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇഡ്ഡലിയൊക്കെ നന്നായിട്ട് തണുത്തിട്ടുണ്ട്. അതിൻ്റെ നെയ്യൊക്കെ ചേർത്തുണ്ടാക്കിയ ഇഡ്ഡലിയല്ലേ, നല്ല സോഫ്റ്റ് ഇഡ്ഡലിയാണ്, നന്നായിട്ട് ഇളകി വരുന്നുണ്ട്. ഇഡ്ഡലി തട്ടിലൊന്നും പിടിച്ചിരിക്കുകയില്ല. നമ്മുടെ നെയ്യ് തിളച്ചിട്ടുണ്ട്. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുകയാണ്. കുറച്ച് കട്ടിയായിട്ടൊക്കെ ഇരിക്കുന്നത് സ്പാറ്റില കൊണ്ടൊന്ന് ഉടച്ചു കൊടുക്കുന്നുണ്ട്. കുറേ വർഷങ്ങളായിട്ട് ഞാനിങ്ങനെ നമ്മുടെ വീട്ടിൽ വാങ്ങുന്ന പാലിൽ നിന്ന് പാൽപ്പാട എടുത്തിട്ട് തന്നെയാണ് നെയ്യ് ഉണ്ടാക്കുന്നത്. ഒരു 10-15 വർഷത്തിന് മുകളിലായി ഞാനിങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. അതിന് മുമ്പൊക്കെ നെയ്യ് നമ്മൾ കാശ് കൊടുത്ത് പുറത്തുനിന്ന് മേടിക്കുമായിരുന്നു ചെയ്യുന്നത്. ഇപ്പോഴാണേ നെയ്യ്ക്ക് വേണ്ടി കാശ് കളയേണ്ടി വരുന്നേ ഇല്ല. നമുക്ക് 1/2 ലിറ്റർ പാലേ ഉള്ളെങ്കിൽ നമുക്കിങ്ങനെ നെയ്യ് എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ നെയ്യൊക്കെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ ഒരു മുട്ട പൊരിക്കുന്നതിന് വേണ്ടി ഒരു പാൻ സ്റ്റൗവിലേക്ക് വെച്ചിട്ടുണ്ട്. കുറച്ച് വെളിച്ചെണ്ണ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പാന് സ്റ്റൗവിൽ വെച്ചിട്ട് അടുത്ത ഏതോ പണിക്ക് പോയി, അതാണ് ഇത്രയും താമസം. മുട്ടയൊക്കെ നേരത്തെ പൊട്ടിച്ചൊഴിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അത് പാൻ ചൂടായപ്പോൾ പാനിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. മീൻ വറുത്തതില്ലെങ്കിൽ മുട്ട പൊരിച്ചത് എല്ലാ ദിവസവും നിർബന്ധമാണ്. മീൻ വറുത്തതുണ്ടെങ്കിൽ മുട്ട പൊരിക്കുന്ന ആവശ്യമില്ല, മുട്ട പൊരിക്കുകയില്ല. ഇപ്പോൾ മീൻ വറുത്തതൊന്നുമില്ല, അതുകൊണ്ടാണ് മുട്ട പൊരിക്കുന്നത്. അപ്പോൾ നമ്മൾ മുട്ടയും പൊരിച്ചെടുത്തിട്ടുണ്ട്. നമ്മുടെ നല്ല കാന്താരി ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ രാവിലത്തെ പണികളെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അടുത്ത നല്ലൊരു വീഡിയോയുമായിട്ട് പിന്നെ കാണാം. താങ്ക് യു.